ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 4 ദീവാനോ കി ഹസ്തി. എഴുതിയിരിക്കുന്നത് ഭഗവതി ചരൺ വർമ്മ. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഹം ദീവാനോ കി ക്യാ ഹസ്തി ഹേ ആജ് യഹാ കൽ വഹാൻ ചലേ മസ്തി കാ ആലം സാത്ത് ചല ഹം ധൂൽ ഉഡാത്തെ ജഹാ ചലേ. അപ്പോൾ ഈ വരികളിൽ നമുക്ക് ആദ്യം അർത്ഥങ്ങൾ നോക്കാം. ദീവാനോ എന്ന് വെച്ചാൽ അപ്നി മസ്തി മേ രഹ്നെ വാലേ, അതായത് സ്വന്തം സന്തോഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെയാണ് ദീവാനോ എന്ന് പറയുന്നത്, ഒരു ക്രേസി ആയിട്ടുള്ള ആളുകൾ. ഹസ്തി എന്ന് വെച്ചാൽ അസ്തിത്വം, നമ്മുടെ അസ്തിത്വം. മസ്തി എന്ന് വെച്ചാൽ മൗജ്, അതായത് നല്ല അടിച്ചു പൊളിച്ച് അസ്ഥിയായിട്ട് നടക്കുക. അപ്പോൾ നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കവിത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പ്രസംഗ പാട്ട് പറയും. അപ്പം ഒരു മോഡലായിട്ട് ആദ്യം പറയും, ബാക്കി സ്റ്റാൻസൊക്കെല്ലാം നിങ്ങളത് എക്സാം എഴുതുമ്പോൾ ഉപയോഗിച്ചോണം. പ്രസംഗ്. പ്രസ്തുത് പങ്ക്തിയാം ഹമാരി ഹിന്ദി की पाठ्य पुस्तक वसंत 3 में संकलित कविता दीवानों की हस्ती से ली गई है. അതായത് പ്രസ്തുത് പങ്ക്തിയാം ഈ പറഞ്ഞിരിക്കുന്ന വരികൾ നമ്മുടെ ഹിന്ദി പാഠപുസ്തകമായ വസന്ത് 3 ദീവാനോ കി ഹസ്തി എന്ന കവിതയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇസ്കി കവി ഭഗവതി ചരൺ വർമ്മ ഹേ. ഇതിൻ്റെ കവി ഭഗവതി ചരൺ വർമ്മയാണ്. ഇസ് കവിത മേ കവി ने मस्त मौल और फकट स्वभाव का वर्णन किया है. ഈ കവിതയ്ക്കകത്ത് മസ്തിയായിട്ട് നടക്കുന്ന ആളുകളുടെ ഒരു നേച്ചർ കവി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്നി മസ്തി മേ രഹ്നെ വാലെ ലോഗോ കി ക്യാ ഹസ്തി, അതാണ് ഹം ദീവാനോ കി ക്യാ ഹസ്തി എന്ന് വെച്ചാൽ സ്വന്തം സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ് ഒരു അസ്തിത്വം, അതാണ് അപ്നി മസ്തി മേ രഹ്നെ വാലെ ലോഗോ കി ക്യാ ഹസ്തി, ക്യാ അസ്തിത്വ ഹേ, അവരുടെ അസ്തിത്വം എന്താണ്. കബി യഹാ ഹേ തോ കബി വഹാ, അതായത് സ്വന്തം സന്തോഷത്തിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ ഒരിടത്ത് സ്ഥിരമായി നിൽക്കില്ല, അവർ ഒരിടത്ത് പോകും, പിന്നെ ഇന്നൊരിടത്താണെങ്കിൽ നാളെ വേറൊരിടത്തായിരിക്കും. അതല്ലേ ഇപ്പം നമ്മൾ പലവരും നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരുടെയും കൂടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ നിൽക്കുന്നത്. അതേസമയം സ്വന്തം ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റേ ചെയ്യാനൊരു ഇടമൊന്നും കാണത്തില്ല. അവരുടെ സന്തോഷത്തിനനുസരിച്ച് അവർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങ് പോവുകയാണ്. അതാണ് കബി യഹാ ഹേ തോ കബി വഹാം. ചിലപ്പോൾ ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഏക് ജഗഹ് തോ രുക്നെ വാലേ നഹീ ഹേ ആജ് യഹാ കൽ വഹാ ചലേ. ഒരു സ്ഥലത്ത് പ്രത്യേകമായി നിൽക്കില്ല, ഇന്നൊരിടത്താന്നേ നാളെ വേറൊരിടത്ത്. കൽ എന്ന് വെച്ചാൽ നാളെ. യാനി കി जो मस्त मौला किस्म के व्यक्ति है वो कभी भी एक जगह नहीं ठहरते. आज यहाँ है तो कल कहीं और. यानी कि അതായത് മസ്തിയായിട്ട് നടക്കുന്ന ആ ഒരു നേച്ചറുള്ള ആളുകൾ ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കത്തില്ല, ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് അവർ ഒതുങ്ങിക്കൂടില്ല. യഹ് ജോ മൗജ് മസ്തി കാ ആലം ഹേ യഹ് സാത്ത് ചല जहाँ कवि गया वहाँ पर उन्होंने अपनी मस्ती से अपनी प्रसन्नता से सब में खुशियाँ बांटी. അപ്പോൾ ഈ മസ്തിയായിട്ടും സന്തോഷമായിട്ടും നടക്കുന്നവർ അവർക്ക് മാത്രമല്ല സന്തോഷം കൊടുക്കുന്നത്, അവരെവിടെയെല്ലാം പോകുന്നു അവിടെയുള്ളവർക്കും പ്രസന്നതയും സന്തോഷങ്ങളും അവർ കൊടുക്കും. കാര്യം അവരുടെ ലൈഫിൽ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ, സന്തോഷിക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കവി कहता है कि हम अपनी मस्त मौला आदत के अनुसार जहाँ भी गए प्रसन्नता से धूल उठाते चले मौज मजा करते. धूल उठाते चलने എന്ന് വെച്ചാൽ ഖുഷി മനാന, അതായത് ഹാപ്പിനെസ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇവിടെ കവി പറയുകയാണ്, ഈ ഒരു ദീവാനി ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ, ദീവാനി നേച്ചറുള്ള വ്യക്തികൾ എവിടെ ചെന്നാലും അവർ പ്രസന്നതയും സന്തോഷവും എല്ലാം അവിടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് അടുത്ത വരികൾ. ആയേ ബൻകർ ഉല്ലാസ് അബി ആസു ബൻകർ ബഹ് ചലേ അബി സബ് കഹത്തെ ഹി രഹ് ഗയേ അരേ തും കൈസേ ആയേ കഹാ ചലേ. അതായത്
ഈ വരികളിലൂടെ കവി പറയുകയാണ്, ആയേ ബൻകർ ഉല്ലാസബി, വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്, ഇപ്പം നല്ല സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ആസു ബൻകർ ബഹ് ചലേ അബി, പെട്ടെന്ന് തന്നെ അത് ഇപ്പം തന്നെ അത് അടുത്ത നിമിഷം തന്നെ അത് എന്താണ് കണ്ണുനീരായിട്ട് പുറത്തേക്ക് ഒഴുകുകയാണ്. സബ് കഹത്തെ ഹി രഹ് ഗയേ അരേ തും കൈസേ ആയേ കഹാ ചലേ. അപ്പോൾ ആ കണ്ടുമുട്ടിയ ആളുകൾ പറയുകയാണ്, അയ്യോ നീ എങ്ങനെ വന്നു, നീ ഇപ്പം ഇങ്ങനെ വന്നു, എന്നിട്ട് നീ എങ്ങോട്ടോ പോയി. അതായത് ഒരിടത്തേക്ക് സന്തോഷങ്ങൾ കൊടുത്ത് വാരി വിതറി അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു വരികളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹം ദീവാനോം കി ഹസ്തി കുച്ച് ഐസി ഹി ഹോത്തി ഹേ, ഹം ജഹാ ഭി ജാത്തെ ഹേ അപ്നെ ടംഗ് സേ ജീത്തെ ഹേ, അപ്നെ ടംഗ് സേ ഹി ചലത്തെ ചലത്തെ ഹേ. അപ്പോൾ ഈ ദീവാനി ആയിട്ടുള്ള ആളുകളുടെ ഒരു നേച്ചർ അനുസരിച്ച് അവരെവിടെയാണോ പോകുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത്. അവരുടെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്, അവരുടെ ഇഷ്ടമനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. ഹം പർ കിസി കാ കോയി അസർ നഹി ഹോത്ത, അവരിൽ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് കാണത്തില്ല. അവരെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അവരോടതാ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലൊന്നും അവരതിനൊന്നും ചെവി കൊടുക്കില്ല. कवि कहते हैं वे अभी अभी आए हैं और खुशियाँ बांटी हैं, खुशियाँ लड़ाई हैं और अभी कुछ हुआ कि आंसू भी बनकर बहे निकले. അതായത് കവി പറയുകയാണ്, ഇപ്പം തന്നെ നല്ല സന്തോഷമായിട്ട് വന്നിരിക്കുന്നു, അടുത്ത നിമിഷം തന്നെ അത് കണ്ണുനീരായിട്ട് ഒഴുകുകയാണ്. അർത്ഥാത് അബി അബി കുഷ് തേ और अभी अभी दुखी हो गए हैं तो आंसू भी निकले हैं. ഇപ്പോൾ തന്നെ ഞാൻ സന്തോഷമായിട്ടിരുന്നു, അടുത്ത നിമിഷം തന്നെ ദുഃഖവും വന്നു. അതായത് ഒരു മസ്ത് മൗലായിട്ടുള്ള ഒരാളുകൾക്ക് ഈ സന്തോഷവും ദുഃഖവും എല്ലാം അവരൊരേ ഇതിലെടുക്കും. അവരെപ്പോഴും അവരുടെ മനസ്സിലെ സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. കവി മസ്ത് മൗല കിസ്മ കെ ഹേ, അപ്നെ മൻ മർസി കെ മാലിക് ഹേ, കഭി കഹി ജാത്തെ ഹേ തോ കഭി കഹി കെ ലിയേ चल पड़ते हैं, तो जहाँ पर पहुँचते हैं खुशियाँ लुटाते हैं और वहाँ से आगे निकल चलते हैं तो लोग कहते हैं कि अरे तुम कब आए और कब चले गए पता ही नहीं चला. ഈ സെൻറ്റൻസ് ഒരിച്ചിരി നീണ്ടതാണെന്നാലും ഞാൻ അതിൻ്റെ ഒരു മീനിങ് പറയാം. അതായത് ഈ വളരെ എൻജോയബിളായിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ഓരോ സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നു, ഒരിടത്ത് പോകുന്നു, ചെല്ലുന്നവർക്കെല്ലാം അവർ സന്തോഷം സ്പ്രെഡ് ചെയ്ത് അടുത്ത നിമിഷം അവർ അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. അപ്പം അവരുടെ ആ സന്തോഷം സ്വീകരിച്ച വ്യക്തികൾക്ക് അവർ വന്ന് ആ സന്തോഷത്തോടെ വന്നു, അതൊന്ന് ആസ്വദിച്ചു, അടുത്ത നിമിഷം തന്നെ അവർ ആ സന്തോഷം നൽകിയിട്ട് ഈ ദീവാനിയായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവരുടെ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ ഒരു നിമിഷം അയ്യോ ഇപ്പോൾ വന്നതേ ഉള്ളൂ, അടുത്ത നിമിഷം അവർ പോയി കഴിഞ്ഞു. അപ്പോൾ അതാണ് ആ ഒരു വരിയുടെ അർത്ഥം. वह मन में उल्पन्न भावों की भांति कभी खुशी का संदेश तो कभी आंखों में बहते आंसू की तरह सब जगह फैल जाता है. അപ്പം അവർ ഈ സന്തോഷം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത നിമിഷം തന്നെ ആ സന്തോഷം സ്വീകരിക്കുന്ന ആൾക്കൊരു വിഷമം വരിക. കാര്യം ഇവർ ആ സന്തോഷം നൽകിയിട്ട് ഇവരങ്ങ് പോവുക. അപ്പം ആ ഒരു കണ്ണുനീരായിട്ട് അവരുടെ ആ സന്തോഷം അങ്ങ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ കവി ഇതിനകത്ത് ഒരുപാട് ഭാവനയോടുകൂടിയാണ് ഈ ഒരു വരികളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി ആലം എന്ന് പറയുന്ന വാക്കിനർത്ഥം ദുനിയ എന്നാണ്. അത് അടുത്ത വരികളിലാണ് വരുന്നത്. ഉല്ലാസം എന്ന് വെച്ചാൽ ഖുഷി, സന്തോഷം. കിസ് ഓർ ചലേ യഹ് മത് പൂച്ചോ, ചലനാ ഹേ ബസ് ഇസ്ലിയേ ചലേ, ജഗ് സേ ഉസ്കാ കുച്ച് ലിയേ ചലേ, ജഗ് കോ അപ്നാ കുച്ച് ദിയേ ചലേ. അപ്പോൾ ഇവിടെ ജഗ് എന്ന് പറഞ്ഞാൽ സംസാരം, ലോകം. അപ്പോൾ കിസ് ഓർ ചലേ, ഏത് വഴിക്ക് പോകുന്നു, യഹ് മത് പൂച്ചോ, അത് ചോദിക്കരുത്. ചലനാ ഹേ, പോകണം. ബസ് ഇസ്ലിയേ ചലേ, അതുകൊണ്ട് പോകുന്നു. ജഗ് സേ ഉസ്കാ കുച്ച് ലിയേ ചലേ, ജഗ് കോ അപ്നാ കുച്ച് ദിയേ ചലേ. ഈ ലോകത്തിൽ നിന്നും കുറച്ച് എടുത്തുകൊണ്ടും പോകുന്നു, അതേസമയം അവർ ലോകത്തിന് കുറച്ച് കൊടുത്തുകൊണ്ടും പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ദീവാനിയായിട്ടുള്ള ആളുകളുടെ ഓരോരോ പ്രത്യേകതകളാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ നമുക്കതിൻ്റെ ഹിന്ദി സെൻറ്റൻസുകളിലേക്കൊന്ന് കിടക്കാം. കവി कहते हैं कि
यह मत पूछो कि मैं कहाँ जा रहा हूँ, मेरी मंजिल क्या है, क्योंकि इसके बारे में तो मुझे भी नहीं पता, സ്വയം को भी नहीं पता. അപ്പോൾ കവി പറയുകയാണ് എന്താണ്, ഏത് വഴിക്ക് പോകുന്നു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഇതൊന്നും കവിയുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അതായത് ദീവാനിയായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് തന്നെ അറിയത്തില്ല അവരെവിടെയാണ് പോകുന്നതെന്ന്. ജൈസാ കി മൈ മസ്ത് മൗല ഹൂം, ഏക് ജഗ ടഹർത്താ നഹീ ഹൂം, ചൽത്താ ഹി രഹത്താ ഹൂം, ഇസ്ലിയെ ബസ് ആകെ ചൽത്തേ ഹി രഹ്നാ ഹൈ. അപ്പോൾ ക്രേസി ആയിട്ടുള്ള വ്യക്തികൾ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി താമസിക്കത്തില്ല. ചൽത്താഹി രഹത്താഹും, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അവർക്കിങ്ങനെ സഞ്ചരിക്കാനേ പറ്റൂ. ഇസ് ദുനിയാ സെ കുച്ച് ജ്ഞാൻ ഉൻഹോനെ പ്രാപ്ത് കിയാ ഹൈ, കുച്ച് സീഖ് ലീ ഹൈ, ഉസ്കോ ലേക്കർ വഹ് ആകെ ബഡ് ചലേ ഹൈ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഗ് സെ ഉസ്കാ കുച്ച് ലിയേ ചലേ, അതായത് അവർ കുറച്ചെടുക്കുന്നു എന്നിവിടെ പറഞ്ഞത് എന്താണ്, ജ്ഞാനം. അതാണ് ഈ നമ്മുടെ ഈ ലോകത്തിൽ ലൗകികമായിട്ടുള്ള കുറേ ജ്ഞാനങ്ങൾ, ഈ ലോകത്തെ സംബന്ധിച്ച കുറേ ജ്ഞാനങ്ങൾ, നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചതും എല്ലാമായിട്ടുള്ള കുറേ ജ്ഞാനം അവർ നേടുന്നുണ്ട്. കുറേ ജീവിതകാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം എന്ത് ചെയ്യണം, ഉസ്കോ ലേക്കർ ആകെ പഠിച്ചലേ, അവരതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി അവർ കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ കൂടെ അവർ ഈ ജ്ഞാനവും ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഈ വരികളിലൂടെ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അവരെവിടെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ചൊരു അറിവുമില്ല. അവരുടെ അപ്പോഴത്തെ സന്തോഷം അനുസരിച്ച് അവർ പോവുകയാണ്. അവർ ഈ ലോകത്തു നിന്ന് കുറേ ജ്ഞാനങ്ങൾ നേടുന്നുണ്ട്, കുറേ അനുഭവങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അനുഭവങ്ങളിലൂടെ അവരങ്ങ് മുന്നോട്ട് പോവുകയും ഈ ജ്ഞാനവും അനുഭവങ്ങളും സന്തോഷമായിട്ട് ബാക്കിയുള്ളവർക്ക് അവർ നൽകുകയും ചെയ്യുന്നു. दो बात कही, दो बात सुनी, कुछ हंसे और फिर कुछ रोए, चककर सुख दुख के घूंटों को हम एक भाव से पिए चले. ചക്കന എന്ന് വെച്ചാൽ തൃപ്തി ഹോക്കർ, അതായത് തൃപ്തി വരിക. ഭാവം എന്ന് വെച്ചാൽ എഹസാസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതിന് എന്താ ഭഗവതി ചരൺ വർമ്മ, അതായത് ഇതിൻ്റെ കവിയുടെ പേര് നമ്മൾ ഓരോ വരികൾ പറയുമ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ഓർമ്മിക്കാനും എളുപ്പമാണ്. അതുപോലെ പരീക്ഷയ്ക്കും നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് അത് എഴുതേണ്ടതാണ്. भगवती चरण वर्मा दीवानों की हस्ती कविता की इन पंक्तियों में कह रहे हैं कि वो जहाँ भी जाते हैं लोगों से खूब घुलते मिलते हैं, उसके सुख दुख बांटते हैं. അതായത് ഈ കവി, അതായത് ഈ ക്രേസി ആയിട്ടുള്ള വ്യക്തി ഈ ലോകത്ത് എവിടെ പോയാലും അവിടെയുള്ള എല്ലാ ആളുകളുമായിട്ട് ഇടപഴകും. അവരുടെ സന്തോഷവും ദുഃഖത്തിലും എല്ലാം ഈ ദീവാനിയായിട്ടുള്ള കവി കൂടെ ഉണ്ടാകും. അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഉണ്ടാകും. കവി के लिए सुख और दुख दोनों भावनाएं एक समान है, इसलिए वो दोनों परिस्थितियों को शांत रहकर सहन कर लेते हैं. ഇപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ദീവാനിയായിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖവും ഒരുപോലെയാണ്. കാര്യം അവരെപ്പോഴും അവരുടെ മനസ്സിൽ നിന്നാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവരതുകൊണ്ട് ചുറ്റുമുള്ള സുഖദുഃഖങ്ങളിലൊന്നും അവർ വ്യാപൃതരല്ല, അവരത് ബോധേഡുമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എല്ലാം ഒരുപോലെയുള്ളൂ. അപ്പോൾ അവരെവിടെ ചെന്ന് ഇടപഴകുന്ന ആളുകളോട് ഇടപഴകുമ്പോൾ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം അവരുണ്ടാകും. വളരെ ശാന്തമായിട്ട് അവർക്ക് വേണ്ടുന്ന കെയറും ആ സമയത്ത് വേണ്ടുന്ന സ്നേഹവും പരിഗണനയും അവർക്കുള്ള സാന്ത്വനവും എല്ലാം കൊടുത്തവർ അവരുടെ കൂടെ ഉണ്ടാകും. इस तरह कवि अपने मार्ग पर चलते हुए लोगों का दुख सुख बांटते हैं और उन्हें एक समान ढंग से ग्रहण करके आगे बढ़ जाते हैं. അപ്പോൾ ഇപ്രകാരം കവി ആളുകളുടെ സുഖദുഃഖങ്ങളിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം സന്തോഷത്തിൽ തന്നെ കവി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ദോ ബാത് കഹി ദോ ബാത് സുനി, കുച്ച് ഹസേ ഔർ ഫിർ കുച്ച് രോയെ. അതായത് സന്തോഷത്തിലും കുറച്ച് പേര് കുച്ച് ഹസേ എന്ന് വെച്ചാൽ സന്തോഷിക്കുന്നു, രോന എന്ന് വെച്ചാൽ വിഷമിക്കുന്നു. അപ്പം ആളുകളുമായിട്ട് ഇടപെടുന്ന ആളുകളുടെ സുഖദുഃഖങ്ങളിലെല്ലാം കവി, അതായത് ദീവാനിയായിട്ടുള്ള ഈ വ്യക്തി അവർക്കുള്ള ഒരു ഹെൽപ്പും കെയറും കൊടുക്കുന്നു. ഹം भिकमंगों की दुनिया में स्वच्छंद लुटाकर प्यार चले, हम एक निशानी सी उड़ पर ले असफलता का भार चले.
ബിക്മംഗോ എന്ന് വെച്ചാൽ ഭിഖാരിയ, ഭിക്ഷക്കാർ. സ്വച്ഛന്ത് എന്ന് വെച്ചാൽ ആസാദ്, വളരെ ഫ്രീ ആയിട്ട്. നിസാനി എന്ന് വെച്ചാൽ ചിഹ്നം, ഒരു എന്തെങ്കിലും ഒരു അടയാളം. ഉർ, ഹൃദയം. അസഫലത, ജോ സഫൽ നഹോ, അതായത് നമ്മളുടെ ഫെയില്യുവർ. അപ്പോൾ ഇതിൻ്റെ മീനിങ് അത് നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം. ദീവാനോ കി ഹസ്തി ഭാവാർത്ഥ, അർത്ഥം. दीवानों की हस्ती कविता की इन पंक्तियां में कवि कहते हैं कि ये दुनिया बड़ी ही स्वार्थी है. അപ്പോൾ കവി ഈ വരികളിലൂടെ പറയുകയാണ് ഈ ലോകത്തുള്ള കൂടുതൽ ആളുകളും വളരെ സ്വാർത്ഥരാണ്. लोग स्वार्थ में इतने अंधे हैं कि बस भिखमंगों की तरह सबसे कुछ ना कुछ मांगते ही रहते हैं. അപ്പോൾ ഈ സ്വാർത്ഥരായ ആളുകൾ ശരിക്കും ഭിക്ഷക്കാരെ പോലെയാണ്. അവരെല്ലാം ഈ ഭിക്ഷക്കാർ ചോദിക്കുന്ന പോലെ എപ്പോഴും മറ്റുള്ളവരോട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യം അവർക്കെല്ലാം അങ്ങ് വേണം, ഭയങ്കര അത്യാഗ്രഹമാണ്. മഗർ കവി സ്വാർത്ഥി നഹീ ഹൈ, इसलिए उन्होंने स्वार्थी दुनिया पर बिना किसी शर्त के अपना अनमोल प्यार लुटाया है. പക്ഷെ കവി സ്വാർത്ഥനല്ല. അദ്ദേഹം ഈ സ്വാർത്ഥമായിട്ടുള്ള ഈ ലോകത്ത് തൻ്റെ സ്നേഹം എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് ജീവിക്കുന്നത്. തൻ്റെ വളരെ അനന്തമായ തൻ്റെ സ്നേഹം എല്ലാവർക്കും അദ്ദേഹം, അമൂല്യമായ ആ സ്നേഹം എല്ലാവർക്കും അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആരുടെ ഒന്നും വേണമെന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ സന്തോഷവും സ്നേഹവും അദ്ദേഹം ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. लोगों को प्यार बांटने का खूबसूरत एहसास हमेशा കവി കെ ദിൽ മേ രഹത്താ ഹൈ. ആളുകൾക്ക് എപ്പോഴും ഈ സന്തോഷവും സ്നേഹവും കൊടുക്കണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് കവിക്ക് എപ്പോഴും ഉള്ളത്. ഉൻഹോനെ ജീവൻ മേ കാഫി ബാർ അസഫലത ഔർ ഹാർ കി സ്വാദ് ബി ചക്കാ ഹൈ. അപ്പോൾ കവിക്ക് തൻ്റെ ജീവിതത്തിൽ പലവട്ടവും ഫെയിലിയേഴ്സ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫെയിലിയറിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് കവിക്ക് നല്ല രീതിയിൽ അറിയാം. लेकिन इसका बोझ उन्होंने कभी किसी दूसरे व्यक्ति पर नहीं डाला. പക്ഷേ ഒരിക്കലും തൻ്റെ ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഒരിക്കലും മറ്റുള്ള വ്യക്തികളിലേക്ക് കൊടുത്തിട്ടില്ല. അദ്ദേഹം എല്ലാം സ്വന്തമായി, അതായത് അദ്ദേഹത്തിൻ്റെ ഫെയിലിയറിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. इस तरह कवि ने स्वार्थी दुनिया को भरपूर प्यार दिया और अपनी नाकामयाबी का भार हमेशा स्वयं ही उठाया है. അപ്പോൾ കവി തൻ്റെ ഈ സ്വാർത്ഥമായിട്ടുള്ള ഈ ലോകത്ത് ഈ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അനന്തമായ ആ സ്നേഹം അദ്ദേഹം ഫുള്ളി കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫെയിലിയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സന്തോഷവും സ്നേഹവും മാത്രമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫെയിലിയേഴ്സിൻ്റെയും ദുഃഖങ്ങളും എല്ലാം അദ്ദേഹം സ്വന്തം മനസ്സിലേക്ക് അങ്ങ് മാറ്റുകയാണ്. അദ്ദേഹം എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. अब अपना और पराया क्या आबाद रहे रुकने वाले, हम स्वयं बंधे थे और स्वयं हम अपने बंधन तोड़ चले. ഭാർ എന്ന് വെച്ചാൽ ബോജ്, ഭാരം. ആബാദ് എന്ന് വെച്ചാൽ ബസ്ന, മുഴുകുക. സ്വയം, ഖുദ്, അപ്പോൾ അർത്ഥത്തിലേക്ക് കടക്കാം. दीवानों की हस्ती कविता की इन अंतिम पंक्तियों में कवि कहते हैं कि अब उनके लिए दुनिया में कोई भी अपना या पराया नहीं है. അപ്പോൾ ഈ അവസാനത്തെ വരികളിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലോകത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും ഇല്ല. जो लोग एक मंजिल पाकर वही ठहर जाना चाहते हैं उन्हें कवि ने सुखी और आबाद रहने का आशीर्वाद दिया है. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹത്തോടോ ലക്ഷ്യത്തോടോ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി ജീവിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും അദ്ദേഹം ആശീർവദിക്കുകയാണ്. മഗർ കവി ഖുദ് ഏക് ജഗ ബന്ദ് കർ നഹി രഹനാ ചാഹത്തെ ഹൈ. പക്ഷെ കവിക്ക് ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നതിനോട് ആഗ്രഹമില്ല. इसलिए उन्होंने अपने सभी सांसारिक बंधन तोड़ दिए हैं और अब वो अपने चुने हुए मार्ग पर आगे बढ़ते जा रहे हैं. സാംസാരിക് ബന്ധനം, ഈ ലോകവുമായിട്ടുള്ള ബന്ധം. തോട് ദൈന എന്ന് വെച്ചാൽ പൊട്ടിച്ചു കളയുക. അപ്പം കവി തൻ്റെ ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും പൊട്ടിച്ചു കളഞ്ഞു. और अब वो अपने चुने हुए मार्ग,
ചുനേ ഹുവേ മാർഗം എന്ന് വെച്ചാൽ അദ്ദേഹം ചൂസ് ചെയ്ത വഴി. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധവും പൊട്ടിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആകെ ബഡ്ന എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. വോ ഇസി മേ ഖുഷ് ഔർ സന്തുഷ്ട ഹെ. അപ്പം കവി തൻ്റെ സന്തോഷത്തിനായിട്ട് താൻ തിരഞ്ഞെടുത്ത പാതയിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കവിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ കവി അങ്ങനെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഈ കവിതയിലൊന്ന് ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അബ് അപ്ന ഔർ പരായ ക്യാ ആബാദ് രഹേ രുക്നെ വാലെ ഹം സ്വയം ബന്ധേ തേ ഔർ സ്വയം ഹം അപ്നെ ബന്ധൻ തോട് ചലേ. അപ്പോൾ എന്താണ്, ഈ ലോകത്ത് ഇനി ഒരു കെട്ടുപാടും കവിക്ക് ഈ ലോകവുമായിട്ടില്ല. അതേസമയം ഈ ലോകത്ത് പ്രത്യേക ലക്ഷ്യത്തോടെയും ആഗ്രഹത്തോടെയും ഒക്കെ പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി ജീവിച്ച് ആഗ്രഹം തീർക്കാൻ ജീവിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം എല്ലാ ആശീർവാദങ്ങളും കൊടുക്കുകയാണ്. അവർക്ക് മുന്നോട്ട് എല്ലാ സമ്പൽ സമൃദ്ധിയും സന്തോഷവും അവർക്ക് ലഭിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കവിക്കൊരിക്കലും ഹം സ്വയം ബന്ധത്തെ ഔർ സ്വയം ഹം അപ്നെ ബന്ധൻ തോട് ചലേ ഹേ. അപ്പം കവി തൻ്റെ ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാം അദ്ദേഹം സ്വന്തമായി തന്നെ പൊട്ടിച്ചെറിഞ്ഞ് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ്റെ അല്പം കൂടിയത് നിങ്ങൾക്ക് ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. കാര്യം ഇതിനകത്ത് വരികളിൽ നമുക്ക് വായിക്കുമ്പം ആദ്യം പ്രത്യേകിച്ച് അർത്ഥം തോന്നില്ലെങ്കിൽ അതിനകത്തെല്ലാം ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഒരുപാട് മീനിങ് ഉള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.